ഹരേ കൃഷ്ണ. നമുക്ക് ഗജേന്ദ്രമോക്ഷം കഥ കേട്ടാലോ? ഈ ദാമോദര മാസത്തിൽ ഗജേന്ദ്രമോക്ഷം കഥ കേൾക്കുന്നതും പറയുന്നതും വളരെ പുണ്യമാണെന്നാണ് പറയുന്നത്. പണ്ട് പാണ്ഡ്യദേശത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ഇന്ദ്രദ്യുമ്നൻ എന്നായിരുന്നു ആ രാജാവിൻ്റെ പേര്. അദ്ദേഹം പരമഭക്തനായിരുന്നു. മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായിരുന്നു അദ്ദേഹം. ഭഗവത് സേവനം നടത്തുന്നതിൽ, അതായത് പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നതിലായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധ. രാജ്യം ഭരിക്കുന്നതിനേക്കാളും മറ്റു കാര്യങ്ങളെക്കാളും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് പൂജാതി കാര്യങ്ങളിലായിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് രാജ്യഭരണത്തിൽ മടുപ്പ് തോന്നി. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ഒരു തടാകത്തിൻ്റെ കരയിൽ തന്നെ ഒരാശ്രമമൊക്കെ കെട്ടി രാജാവ് അവിടെ തന്നെ തപസ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അഗസ്ത്യമുനി അവിടേക്ക് വന്നു. പക്ഷേ അപ്പോൾ രാജാവ് ഭഗവത് സേവനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. രാജാവ് മഹർഷിയെ കണ്ടില്ല എന്നതായിരുന്നു സത്യം. പക്ഷേ അഗസ്ത്യമുനി വിചാരിച്ചു രാജാവ് തന്നെ അപമാനിച്ചതാണ് എന്ന്. കാരണം അഗസ്ത്യമുനിക്ക് 2 അടി പൊക്കം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൻ്റെ ഈ പൊക്കമില്ലായ്മയാണ് രാജാവ് അപമാനിച്ചത് എന്നാണ് മഹർഷി കരുതിയത്. മാത്രമല്ല, താൻ ഈ ആശ്രമത്തിലെത്തിയിട്ടും തന്നെ ആരും വേണ്ടവിധം സ്വീകരിച്ചില്ലല്ലോ എന്നതിലും മഹർഷിക്ക് അതിയായ കോപം വന്നു. കോപിഷ്ഠനായ മഹർഷി എന്തു ചെയ്തെന്നോ, തൻ്റെ കമണ്ഡലുവിൽ നിന്ന് ജലം കയ്യിലെടുത്ത് ഇന്ദ്രദ്യുമ്നന് നേർക്ക് എറിഞ്ഞുകൊണ്ട് മഹർഷി പറഞ്ഞു, എന്നെ ആദരിക്കാതെ നീ ഒരു കാട്ടാനയായി പോകട്ടെ എന്ന്. തൻ്റെ മേൽ ജലകണികകൾ വീണപ്പോഴാണ് ഇന്ദ്രദ്യുമ്നൻ കണ്ണു തുറന്നത്. അപ്പോൾ തൻ്റെ മുന്നിൽ ശപിച്ചു നിൽക്കുന്ന കോപാകുലനായ അഗസ്ത്യമുനിയെയാണ് ഇന്ദ്രദ്യുമ്നൻ കണ്ടത്. ഇന്ദ്രദ്യുമ്നൻ വിഷമത്തോടെ മുനിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ശാപവാക്കുകളിൽ നിന്ന് എനിക്ക് മോചനം നൽകണം. ഞാൻ നിരപരാധിയാണ്. ഞാൻ ധ്യാനത്തിലായതുകൊണ്ടാണ് അങ്ങ് വന്ന വിവരം അറിയാതെ പോയത്. ദയവായി എനിക്ക് ശാപമോക്ഷം തരണം. ഇത് കേട്ട അഗസ്ത്യമുനിക്ക് കനിവ് തോന്നി. പക്ഷേ തൻ്റെ വാക്കുകളെ നിഷ്ഫലമാക്കാൻ പറ്റുകയില്ല. ഒടുവിൽ മുനി പറഞ്ഞു, നീ ഒരു കാട്ടാനയായി തീർന്നാലും നിനക്ക് നിന്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഒരിക്കൽ ഓർമ്മയുണ്ടാകും. അപ്പോൾ ഭഗവാൻ വിഷ്ണു നിന്റെ സഹായത്തിന് എത്തിക്കൊള്ളും. ഇത്രയും പറഞ്ഞിട്ട് മുനി അവിടെ നിന്നും പോയി. അങ്ങനെ മുനിയുടെ ശാപമേറ്റ ഇന്ദ്രദ്യുമ്നൻ ത്രികുടമലകളിലെ കൊടും കാട്ടിൽ ഒരു ആനയായി ജനിച്ചു. ഗജേന്ദ്രൻ എന്നായിരുന്നു പേര്. ഭീമാകാരനായ ഒരാനയായിരുന്നു ഗജേന്ദ്രൻ. അങ്ങനെ ഗജേന്ദ്രൻ കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് ഒരു ആനക്കൂട്ടത്തെ കണ്ടത്. ഇത്ര വലിയ ഒരു ആനയെ കണ്ട ആനക്കൂട്ടം ഗജേന്ദ്രനെ തങ്ങളുടെ നേതാവായി പ്രഖ്യാപിച്ചു. അങ്ങനെ ആ ആനക്കൂട്ടത്തിൻ്റെ നേതാവായ ആന പാൽ സമുദ്രത്തിൻ്റെ മധ്യത്തിലുള്ള ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വരകളിൽ പെൺ ആനകളുമായി മതിച്ചു നടന്നു. ശാരീരിക ശക്തിയിൽ അത് കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും മറികടക്കുമായിരുന്നു ഈ ഗജേന്ദ്രൻ. ഭഗവാന്റെ ഭക്തനായിരുന്ന ഒരുവന് എല്ലായിടത്തും ഉന്നത സ്ഥാനം തന്നെ ലഭിക്കുമല്ലോ. അതുപോലെ തന്നെ ഗജേന്ദ്രനും ഒരു രാജാവായി മതിച്ചു നടന്നു. ഗജേന്ദ്രന് കുറേ ഭാര്യമാരും മക്കളുമൊക്കെ ആയി. അങ്ങനെ ഗജേന്ദ്രൻ ഭാര്യമാരോടും മക്കളോടുമൊക്കെ സന്തോഷത്തോടെ കാട്ടിൽ വസിച്ചു വരികയായിരുന്നു. അങ്ങനെയിരിക്കെ വളരെ ചൂടുള്ള ഒരു വേനൽക്കാലത്ത് ഗജേന്ദ്രനും കൂട്ടരും വെള്ളം തേടി അലയുകയായിരുന്നു.
ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ താമരയുടെ ഗന്ധമുള്ള ഒരു കാറ്റടിച്ചു. അപ്പോൾ അവർക്ക് തോന്നി ഇവിടെ അടുത്തെവിടെയോ ഒരു തടാകമുണ്ട് എന്ന്. അവർ ആ തടാകവും അന്വേഷിച്ചു പുറപ്പെട്ടു. കുറേ നടന്നപ്പോൾ നിറയെ താമരകളുള്ള ഒരു സരോവരം കാണാനിടയായി. അവർ സന്തോഷത്തോടെ ആ തടാകത്തിലിറങ്ങി നിറയെ വെള്ളം കുടിച്ചു. വേനൽക്കാലത്ത് വെള്ളത്തിലിറങ്ങാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിൽ അവർ ആ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി. ഭാര്യമാരും കുട്ടികളും ഒക്കെയായി ഗജേന്ദ്രനും ആ വെള്ളത്തിൽ നന്നായി രസിച്ചു കളിച്ചു. അവർ മറ്റൊന്നും ചിന്തിക്കാതെ വെള്ളത്തിൽ അങ്ങനെ കളിച്ചു രസിക്കുകയാണ്. ആ കളിയിൽ തടാകത്തിലെ വെള്ളമൊക്കെ ഇളകി മറിയാൻ തുടങ്ങി. ആ തടാകത്തിൻ്റെ അടിത്തട്ടിൽ ഒരു മുതല വസിക്കുന്നുണ്ടായിരുന്നു. വെള്ളം ഇളകി മറിയുന്നത് കണ്ടപ്പോൾ മുതലയ്ക്ക് കലിയിളകി. ഇതാരാണ് ഇങ്ങനെ ഒരു ശല്യവുമായി വന്നിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് മുതല നോക്കുമ്പോൾ കുറേ ആനകളാണ് വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. മുതല കുറേ സമയം ക്ഷമിച്ചിരുന്നു. പക്ഷേ ആനക്കൂട്ടം പോകാനുള്ള യാതൊരു തയ്യാറെടുപ്പുമില്ല. മുതല കോപത്തോടെ വന്ന് അതിൽ ഉള്ള ഒരു ആനയുടെ കാലിൽ കടിച്ചു. ആ ആന ഗജേന്ദ്രനായിരുന്നു. എന്തോ ഒന്ന് തൻ്റെ കാലിൽ കടിക്കുന്നതായി തോന്നിയെങ്കിലും ഗജേന്ദ്രൻ ആദ്യം അത് അത്ര കാര്യമാക്കിയില്ല. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ കടിയുടെ ശക്തി കൂടിക്കൂടി വരികയാണ്. മാത്രമല്ല അത് തന്നെ വെള്ളത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നുമുണ്ട്. തന്നെ ഒരു മുതലയാണ് കടിച്ചിരിക്കുന്നതെന്ന് ഗജേന്ദ്രന് മനസ്സിലായി. ഒരു പക്ഷേ ആദ്യമേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഗജേന്ദ്രന് ഈ മുതലയുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും പറ്റുന്ന കാര്യം തന്നെയാണ്. അതായത് ഒരു കാര്യം നിസ്സാരമായിരിക്കുമ്പോൾ നമ്മൾ അതിനെ വലുതായി ശ്രദ്ധിക്കുകയില്ല. ഒടുവിൽ അത് വലുതായി വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുന്നത്. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഗജേന്ദ്രനും പറ്റിയത്. നമ്മൾ നോക്കുമ്പോൾ ഗജേന്ദ്രൻ വലിയ ബലശാലിയാണ്. എന്നാൽ ഇപ്പോൾ ഗജേന്ദ്രൻ വെള്ളത്തിൽ നിൽക്കുന്നത് കൊണ്ട് തൻ്റെ ബലം ശരിക്കും പ്രയോഗിക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഗജേന്ദ്രന് തൻ്റെ ശക്തി പൂർണ്ണമായും പുറത്തേക്കെടുക്കാൻ പറ്റാതായപ്പോൾ അവൻ തൻ്റെ ഭാര്യമാരോടും മക്കളോടും മറ്റുള്ളവരോടും കാര്യം പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടി ഗജേന്ദ്രനെ കരയിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. പക്ഷേ അവർക്കൊന്നും ഗജേന്ദ്രനെ കരയിലേക്ക് വലിച്ചടുപ്പിക്കാൻ പറ്റുന്നില്ല. സാധാരണ എത്രയോ മുതലയോടും സിംഹത്തോടുമൊക്കെ ഗജേന്ദ്രൻ ഒറ്റയ്ക്ക് പൊരുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സാധിക്കുന്നില്ല. കാരണം ഗജേന്ദ്രന് തൻ്റെ ശക്തി പൂർണ്ണമായും പുറത്തെടുക്കാൻ പറ്റുന്നത് കരയിലാണ്. പക്ഷേ മുതലയ്ക്ക് വെള്ളത്തിലും തൻ്റെ ശക്തി പുറത്തെടുക്കാൻ പറ്റും. അങ്ങനെ ആ മുതല ഗജേന്ദ്രനെ കൂടുതൽ കൂടുതൽ വെള്ളത്തിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോയി. ഒടുവിൽ ഗജേന്ദ്രൻ്റെ കൂടെയുള്ളവർക്ക് മനസ്സിലായി ഇനി തങ്ങൾക്ക് ഗജേന്ദ്രനെ രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല എന്ന്. അങ്ങനെ അവർ സങ്കടത്തോടെ ഗജേന്ദ്രനെ വിട്ട് കാട്ടിലേക്ക് പോയി. ഇതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മെ വിട്ട് ദൂരെ പോകും. അതായത് നമ്മുടെ സുഖത്തിൽ അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ബന്ധുമിത്രാദികളൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വന്നാൽ കൂടെ കാണാറില്ല. ഇത് ഒരു ലോക തത്വമാണ്. ഇതുതന്നെയാണ് ഇവിടെ ഗജേന്ദ്രൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. അങ്ങനെ എല്ലാവരും ഗജേന്ദ്രനെ വിട്ടുപോയി. ഗജേന്ദ്രന് മനസ്സിലായി ഇനി താൻ ഒറ്റയ്ക്കാണെന്ന്. മുതലയാണെങ്കിൽ ഗജേന്ദ്രനെ തടാകത്തിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗജേന്ദ്രനാണെങ്കിൽ മുതലയുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരാക്രമവും.
ഇങ്ങനെ ഇവർ വർഷങ്ങളോളം ആ തടാകത്തിൽ തന്നെ നിന്നു. മുതല ഗജേന്ദ്രനെ വലിച്ചിഴച്ച് ഏകദേശം ഗജേന്ദ്രൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ഗജേന്ദ്രൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോയിരിക്കുകയാണ്. എന്നാൽ മുതലയാവട്ടെ ഗജേന്ദ്രൻ്റെ രക്തം കുടിച്ച് അതിന് ശക്തി വർദ്ധിച്ചിട്ടുമുണ്ട്. അങ്ങനെ ശക്തി മുഴുവൻ ക്ഷയിച്ചു നിൽക്കുന്ന ഗജേന്ദ്രന് പെട്ടെന്നാണ് തൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മ വന്നത്. പണ്ട് താൻ ഒരു രാജാവായിരുന്നു എന്നതും ഭഗവാന്റെ പരമഭക്തനായിരുന്നെന്നതും അഗസ്ത്യമുനി ശപിച്ചതുമൊക്കെയായ കാര്യങ്ങൾ ഗജേന്ദ്രന് ഓർമ്മ വന്നു. ആ അവശതയ്ക്കിടയിലും ഗജേന്ദ്രൻ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് ഉറക്കെ ഉറക്കെ ഗജേന്ദ്രൻ ജപിക്കാൻ തുടങ്ങി. മാത്രമല്ല അവിടെ ആ തടാകത്തിലുണ്ടായിരുന്ന താമരപ്പൂക്കളും പറിച്ച് ഭഗവാന് അർച്ചിക്കാൻ തുടങ്ങി. കുറേ നേരം ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ഗജേന്ദ്രൻ വളരെ അവശനായി കഴിഞ്ഞിരുന്നു. അവിടെയുള്ള താമരപ്പൂക്കളെല്ലാം ഭഗവാന് അർപ്പിച്ചു തീർന്നു. ഇനി ഒരൊറ്റ താമരപ്പൂവ് മാത്രമേ ബാക്കിയുള്ളൂ. ഗജേന്ദ്രൻ ആ താമരപ്പൂവ് കൂടി പറിച്ചെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഇത് അവസാനത്തെ താമരപ്പൂവാണ്. ഈ പൂവെങ്കിലും അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൂവും ഭഗവാന് അർപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെ വൈകുണ്ഠത്തിലിരുന്ന് കേൾക്കുകയായിരുന്ന ഭഗവാൻ ഉടനെ തന്നെ ഗരുഡൻ്റെ മുകളിലേറി ഗജേന്ദ്രൻ്റെ അടുക്കിലേക്ക് വരാൻ ഉത്തരവിട്ടു. ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും എത്താൻ സാധിക്കുന്ന ആ ഗരുഡന് വേഗം തീരെ പോരാ എന്നാണ് ഭഗവാന് തോന്നിയത്. അതായത് എത്രയും വേഗം ഗജേന്ദ്രൻ്റെ അടുത്തെത്തി അവനെ രക്ഷിക്കണം എന്ന് മാത്രമാണ് ഭഗവാന്റെ ആഗ്രഹം. അത്രയും ഹൃദയം തകർന്നുള്ള വിളിയായിരുന്നു ഗജേന്ദ്രൻ്റേത്. അപ്പോൾ ആ ഭക്തപരായണനായ ഭഗവാന് എങ്ങനെയാണ് തൻ്റെ ഭക്തൻ്റെ അടുത്തേക്ക് ഓടിയെത്താതിരിക്കാനാവുക? മാത്രമല്ല തൻ്റെ പൂർവജന്മത്തിൽ ഭഗവാന്റെ പരമഭക്തനും കൂടിയായിരുന്നല്ലോ ഗജേന്ദ്രൻ. ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നല്ലോ അഗസ്ത്യമുനിയുടെ ശാപം ഗജേന്ദ്രന് ഏൽക്കേണ്ടി വന്നത്. അങ്ങനെ ഭഗവാൻ വളരെ വേഗത്തിൽ ഗരുഡൻ്റെ മുകളിലേറി ഗജേന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗജേന്ദ്രനാണെങ്കിൽ തൻ്റെ അവസാനത്തെ ആ താമരപ്പൂവ് കൂടി ഭഗവാനെ അർപ്പിച്ച് മുകളിലേക്ക് നോക്കുമ്പോഴാണ് മേഘത്തിനിടയിൽ കൂടി ഗരുഡാരൂഢനായി വരുന്ന ഭഗവാനെ കണ്ടത്. ഗജേന്ദ്രൻ തൻ്റെ സകല ശക്തിയും എടുത്ത് ഭഗവാനെ വീണ്ടും വീണ്ടും ഭജിക്കാൻ തുടങ്ങി. മുകളിൽ നിന്നു തന്നെ ഗജേന്ദ്രൻ്റെ കാലിൽ കടിച്ചു നിൽക്കുന്ന മുതലയെ കണ്ട ഭഗവാൻ തൻ്റെ ചക്രായുധം മുതലയ്ക്കു നേരെ അയച്ചു. അങ്ങനെ മുതല രണ്ടായി പിളർന്നു. മുതല മരിച്ചപ്പോൾ ഗജേന്ദ്രൻ സ്വതന്ത്രനായി. ഗജേന്ദ്രൻ കരയിൽ കയറി ഭഗവാനെ വീണ്ടും വീണ്ടും സ്തുതിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ തന്നെ ഭഗവാൻ ഗജേന്ദ്രനും മോക്ഷം നൽകി. ഇനി ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആ മുതല ആരായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ഹുഹു എന്നു പേരുള്ള ഒരു ഗന്ധർവനായിരുന്നു മുതലയുടെ രൂപത്തിൽ ആ പൊയ്കയിൽ കഴിഞ്ഞിരുന്നത്. ഒരു ദിവസം ഹുഹുവും തോഴിമാരും കൂടി പൊയ്കയിൽ കുളിക്കുകയായിരുന്നു. അപ്പോഴാണ് പൊയ്കയുടെ മറ്റേ അറ്റത്ത് ദേവലൻ എന്നു പേരുള്ള ഒരു മഹർഷി കുളിക്കാൻ ഇറങ്ങിയത്. മഹർഷി കുളിക്കുന്ന കണ്ട ഹുഹു ജലത്തിനടിയിലൂടെ ചെന്ന് ദേവല മഹർഷിയുടെ കാലിൽ പിടിച്ചു വലിച്ചു. മഹർഷി പെട്ടെന്ന് പേടിച്ചു പോയി. പക്ഷേ പെട്ടെന്ന് തന്നെ മഹർഷിക്ക് കാര്യം മനസ്സിലായി. മഹർഷി കോപത്തോടെ ഹുഹുവിനെ ശപിച്ചു. വെള്ളത്തിനടിയിൽ കൂടെ ഒരു മുതലയെപ്പോലെ വന്ന് എന്നെ പിടികൂടിയത് ആരായാലും അയാൾ ഒരു മുതലയായി തീരട്ടെ. ദേവർഷിയുടെ ശാപവാക്കുകൾ കേട്ട് ഹുഹു ആകെ വിഷമത്തിലായി. താൻ ഒരു കുസൃതി എന്ന മട്ടിലാണ് അങ്ങനെ ചെയ്തതെങ്കിലും
മഹർഷിക്ക് അത് ഒരു കുസൃതിയായി കാണാൻ പറ്റിയില്ല. ഖുഹു മഹർഷിയോട് ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, നീ ഈ തടാകത്തിൽ തന്നെ കഴിയുക. ഭഗവാൻ വിഷ്ണുവിൻ്റെ ചക്രം നിന്റെ ശരീരത്തിൽ സ്പർശിക്കും. അപ്പോൾ നിനക്ക് ഈ ജീവിതത്തിൽ നിന്ന് ശാപമോചനവും കിട്ടും. ഇങ്ങനെയാണ് കുഹു മുതലയായതും ശാപമോക്ഷം കിട്ടിയതും. ഈ ഗജേന്ദ്രമോക്ഷം എന്ന കഥയ്ക്ക് ഒരു സാധാരണ മനുഷ്യൻ്റെ കഥയുമായി വളരെയേറെ സാമ്യമുണ്ട്. ഈ കഥ പറയുന്നതും കേൾക്കുന്നതും ഭഗവാന് വളരെ പ്രിയമാണ്. ഹരേ കൃഷ്ണ.